മൂവാറ്റുപുഴ മാറാടിയിലെ കള്ള് ഷാപ്പ് പൂട്ടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് എക്സൈസ് കമ്മീഷണർ ഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കിയത്. ഷാപ്പിന് മുന്നിൽ 1 മാസം പ്രദേശവാസികൾ സമരം ചെയ്തിരുന്നു. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെയായിരുന്നു പ്രദേശവാസികളുടെ സമരം. പഞ്ചായത്ത് അധികൃതരും പൊതുപ്രവർത്തകരും പ്രദേശവാസികളും ചേർന്ന് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കനത്ത മഴയിലും ഷാപ്പിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നിരവധി തവണ ഷാപ്പുടമ കള്ളുമായി വിൽപ്പനയ്ക്കെത്തിയെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സാധിച്ചില്ല. ഷാപ്പുടമ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അതും മറികടക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാർ എക്സൈസ് മന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി എക്സൈസ് കമ്മീഷണർ കള്ളുഷാപ്പിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ഉത്തരവിറക്കിയത്. രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഷാപ്പിന്റെ പ്രവർത്തനം നിർത്തിയിട്ടുള്ളത്. ആരാധനാലയങ്ങളും ജനനിബിഡ പ്രദേശവുമായ ഇവിടെ കള്ളുഷാപ്പ് വരുന്നതിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു. സമരം അവസാനിപ്പിച്ചതോടെ പ്രദേശവാസികളും സമരസമിതിയും ചേർന്ന് മധുരപലഹാര വിതരണവും നടത്തി. സമരത്തിന് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ജനം, കൊച്ചി.